സഊദി വികാസത്തിന്റെ സമയത്ത് ഈ രണ്ട് വരികളും മായ്ച്ചിരുന്നു. സുമ്മറ അമറൽ മലിക്കു ഫഹദ് റഹിമഹുല്ലാഹ്, ഫഹദ് രാജാവ് പറഞ്ഞു ബിആദതിഹിമാ ഇലാ മൗദിഇഹിമാ, നിങ്ങൾ അത് മായ്ച്ചളയാൻ പാടില്ല, അതവിടെ തന്നെ സ്ഥാപിക്കണം. ഇത് മദീനയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നതാണ്, നമ്മൾ ഇറക്കുന്നൊന്നുമല്ല. മദീനയിലെ ഔദ്യോഗിക പഠന വിഭാഗം പ്രസിദ്ധീകരിക്കുന്ന ഒരു ആധുനിക പഠനമാണ്. അതിൽ അദ്ദേഹം പരിശുദ്ധമായ റൗളയുടെ പരിസരത്തുള്ള വരികളെ ഓരോന്നിനെയും പരിചയപ്പെടുത്തുമ്പോൾ അൽ ഖസീദത്തുൽ ഊലാ, ഒന്നാമത്തെ ഖസീദയായി എഴുതിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിൽ ചെല്ലുമ്പോൾ ചൊല്ലിയ ഈ കവിതയാണ്. ഇന്നും അവിടെ എഴുതി വച്ചിരിക്കുന്നു. യാ ഖൈറ മൻ ദുഫിനത് ഫിത്തുർബി അളുമുഹു ഫതാബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വല്ലകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു അൻതൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ഇൻദ സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം പറയുന്ന മുവാജഹത്തിന്റെ ഇടതു സൈഡിലെ തൂണിൽ കാണാം. നമ്മളൊക്കെ മദീനയിൽ ചെന്ന് ബാബു സലാമിലൂടെ കടന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ തൂണിൽ കാണാൻ കഴിയും. അതാ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അദമുഹു ഫതാബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വല്ലകമു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് എഴുതിയിരിക്കുകയാണ്. എന്നിട്ടോ നഫ്സി ഫിദാഉൽ ലിഖബ്രിൻ അൻത സാകിനുഹു യാ ഖൈറ മൻ ദുഫിനത് ഫിത്തുർബി, ഈ അനുഗ്രഹീതമായ മണ്ണിൽ മറമാടപ്പെട്ട അത്യുന്നതരായ നേതാവേ, ഈ അനുഗ്രഹീതമായ ത്വയ്ബയിൽ മറമാടപ്പെട്ട ലോകഗുരുവായ തങ്ങളെ, ഫതാബ മിൻ ത്വയ്ബിന്നൽ ഖാഉ വല്ലകമു, പരിസരങ്ങളും കുന്നിൻ പുറങ്ങളും മുഴുവനും അവിടുത്തെ സാന്നിധ്യത്തിന്റെ സുഗന്ധം കൊണ്ട് സുഗന്ധപൂർണമായിരിക്കുകയാണ്. തങ്ങളുടെ സുഗന്ധം കൊണ്ട് മദീന മുഴുവനും സുഗന്ധപൂർണമായി. നഫ്സീ ഫിദാഉൽ ലിഖബ്രിൻ അൻത സാകിനുഹു, തങ്ങൾ നിവസിക്കുന്ന ഖബറിലേക്ക് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. നഫ്സി ഫിദാഉൻ, എൻ്റെ ശരീരത്തെ, എന്നെ തന്നെ ഞാനിതാ സമർപ്പിച്ചിരിക്കുകയാണ്. ലിഖബ്രിൻ അൻത സാകിനുഹു, തങ്ങൾ അധിവസിക്കുന്ന ഖബറു ശരീഫിലേക്ക്. ഇന്നും മദീനയിൽ ഈ വരി നിൽക്കുന്നു. അതിൻ്റെ ഒരു ശേഷം കൂടി എനിക്ക് വായിക്കാനുണ്ട്. ഈ മഹാനായ അറാബി ഇത് ചൊല്ലുന്ന രംഗം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവരുന്നുണ്ട്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും ഇളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് ഹാഫിദ് ഇബ്നു കസീർ എഴുതുകയാണ്, യുർഷിദു തആല, അല്ലാഹു തആല മാർഗദർശനം നൽകുന്നു. അൽ ഉസാത വൽ മുദ്നിബീന, തെറ്റു ചെയ്തവർക്കും പാപം ചെയ്തവർക്കും, ഇദാ വഖഅ മിൻഹുൽ ഖതഉ അവൽ ഇസ്യാനു, പാപങ്ങളോ പിഴവുകളോ അവർക്ക് സംഭവിച്ചാൽ, അയ്യതു ഇലർ റസൂലി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരാൻ, ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, പാപമോചനം ചെയ്യാൻ, വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ആവശ്യപ്പെടുകയും വേണം. ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക, അങ്ങനെ ഒരാൾ ചെയ്താൽ, താബല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ പാപം പുറത്തു കൊടുക്കും, വറഹിമഹും,
കാരുണ്യം ചൊരിയും. വഗഫറ ലഹും, അവർക്ക് അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, പാപമോചനം നൽകും. വലിഹാദാ ഖാല, അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് പറഞ്ഞത്. ഇത് ജീവിതകാലത്തേക്ക് മാത്രമല്ല എന്ന് പറയാനാണ് ഇബ്നു കസീർ തൊട്ടുടനെ ഉദ്ധരിക്കുന്നത്. വഖദ് ദക്കറ ജമാഅത്തും മിൻഹും അശ്ശൈഖ് അബൂ നസ്ർ ഇബ്നു സബ്ബാഗ് ഫീ കിതാബിഹി ശാമിൽ, കിതാബു ശാമിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അബൂ നസ്ർ ഇബ്നു സബ്ബാഗ് എന്നവർ ഉദ്ധരിച്ചിട്ടുണ്ട് അൽ ഹികായത്തുൽ മശ്ഹൂറത അനിൽ ഉത്ബി, താബിഈയായ ഉത്ബി എന്ന പണ്ഡിതന്റെ സംഭവത്തെ ഉദ്ധരണിയെ. ഖാല, ഉത്ബി എന്നവർ പറഞ്ഞു, കുന്തു ജാലിസൻ ഇൻദ ഖബരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഫജാഅ അഅറാബിയുൻ, അപ്പോൾ ഒരു അഅറാബിയായ മനുഷ്യൻ വന്നു. ഫഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലി. എന്നിട്ടോ അദ്ദേഹം പറഞ്ഞു, സമിഅതുല്ലാഹ യഖൂലു, അല്ലാഹു തആല പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്തേ? വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് അല്ലാഹ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കേവലം ഒരു അയറാബിയൊന്നുമല്ല, ഖുർആനും തഫ്സീറും അറിയുന്ന അയറാബിയ. ചില ആളുകൾ പറയാതെ അയറാബി പറഞ്ഞല്ലേ എന്ന്. ഇത് ഉദ്ധരിച്ചത് താബിഈയായ പണ്ഡിതൻ ഉത്ബി എന്നവരാണ്. പറഞ്ഞ വാചകം കേട്ടാലോ ഖുർആനും അതിന്റെ വ്യാഖ്യാനവും അറിയുന്ന വർത്തമാനമാണ്. ആ വ്യാഖ്യാനവും കൂടി അറിയുന്നത് കൊണ്ടാണ് മഹാനവറുകൾ പറഞ്ഞത്, വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി, എന്റെ പാപം പൊറുക്കാൻ തേടിക്കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, അല്ലാഹുവിലേക്ക് തങ്ങളെ മുൻനിർത്തി ശുപാർശ തേടാൻ വേണ്ടി വന്നതാണ്. സുമ്മ അൻശഅ യഖൂലു, എന്നിട്ട് അഅറാബി പറഞ്ഞു, പാടി, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളുമുഹു ഫതാബ മിൻ തീബിഹിൻ നൽഖാഉ വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ആ തൂണ് മാത്രം കാണിച്ചു കൊടുത്താൽ, യാ ഖൈറ മൻ ദുഫിനത് എന്നെഴുതിയത് മാത്രം കാണിച്ചു കൊടുത്താൽ ആ ബൈത്ത് ചൊല്ലാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയാളുടെ സൈഡിൽ കാണുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സലാം പറയാൻ ചെല്ലുന്ന ആളുകൾ കണ്ടു ചൊല്ലാൻ ഇപ്പോഴും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ ഖബർ വെറുമൊരു ഖബറല്ല, ഇത് ഔദാര്യങ്ങളുടെ ഖബറാണ്, ഇത് വരദാനങ്ങളുടെ ഖബറാണ്, ഇത് ഐശ്വര്യങ്ങളുടെ ഖബറാണ്. ലോകത്തിന് മുഴുവനും ഔദാര്യം വാരിക്കോരിക്കൊടുക്കുന്ന ഖബർ ശരീഫാണ്. സുമ്മൻ സ്വറഫൽ അഅറാബിയു, അഅറാബി ബൈത്തും ചൊല്ലിയിട്ടങ്ങ് പോയി. ഫഗലബത്നി ഐനി, എനിക്ക് മയക്കം വന്നു. ഞാൻ മയങ്ങിയപ്പോൾ ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഉറക്കിൽ കണ്ടു. ഫഖാല, അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ഉത്ബി, ഓ ഉത്ബി, ഇൽഹഖിൽ അഅറാബിയ, വേഗം അഅറാബിന്റെ അടുത്തേക്ക് ചെല്ല്. ഫബശ്ശിർഹു, എന്നിട്ട് അദ്ദേഹത്തോട് സന്തോഷം അറിയിക്കണം. അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, ഈ ഇസ്തിഗാസ കൊണ്ട്
ഈ സഹായാർത്ഥന കൊണ്ട്, ഈ പ്രാർത്ഥന കൊണ്ട് അവിടുത്തേക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയണം. ഇത് അല്ലാമ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുർആനിൽ അളീമിൽ ഉദ്ധരിക്കുന്നു. അപ്പൊ വഫാത്തിന് ശേഷം ചോദിക്കാനുള്ളതാണ് എന്ന ആശയം ഉള്ളിലുണ്ടത് കൊണ്ടാണ് ഇബ്നു കസീർ ഈ ഉദ്ധരണി കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ നാം ആദ്യം പരിചയപ്പെട്ട കിതാബിലേക്ക് ഒന്നുകൂടി മടങ്ങിപ്പോകുന്നു. അതിൽ ഈ ഖസീദ ഉദ്ധരിച്ചതിനു ശേഷം ഈ ആധുനിക എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ രചനയുടെ അവസാനത്തിൽ എഴുതുകയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നാൽ സിയാറത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വരി ചൊല്ലണം എന്ന് നവവി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. മഹാനവർകൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്യണം. വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ശഫാഅത്തിനെ തേടണം. വമിൻ അഹ്സനി മാ യഖൂലു മാ ഹകാഹു അസ്ഹാബുനാ അനിൽ ഉത്ബി എന്നവരിൽ നിന്ന് നമ്മുടെ പണ്ഡിതന്മാരായ നേതാക്കൾ ഉദ്ധരിച്ച വരികളാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. വദക്കറ ഖിസ്സത്തുൽ ഉത്ബി വഹുവ താബിഇയ്യുൻ ജലീൽ, അദ്ദേഹം ഉന്നതനായ താബിഈ മഹാനാണ്.